ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസവും മാർക്കറ്റിലൊരു റാലി തന്നെയായിരുന്നു കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 14,755 അടുത്ത് ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 142 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. തുടർന്ന് 14,790 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 458 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും 490 പോയിൻറ്റ്സിന് മുകളിലുള്ളൊരു ഗെയിൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഡോസിൻ ബാങ്ക്, പവർ ഗ്രിഡ്, ഡിവിസ് ലബോറട്ടറി, കോൾ ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫാർമയും ഫിനാൻഷ്യൽസ് PSU ബാങ്കൊക്കെയായിരുന്നു ഇന്ന് ഈ ഒരു റാലിക്ക് മുൻപന്തിയിൽ നിന്നത്. അപ്പോൾ ഈ ഒരു റാലി മൊത്തം ലീഡ് ചെയ്തത് ഇവരായിരുന്നു. അതുപോലെ തന്നെ റിയാലിറ്റിയും FMCG ആയിരുന്നു ഒരു ഡിക്ലൈനിൽ പോയ സെക്ടറുകളായിട്ട് നിന്നത്. ഇനി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 1.4% 1.2% വീതമുള്ള ഒരു ഗെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗെയിനോട് കൂടിയുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് സോണുകൾ 14,750 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് പോയത്. അത്യാവശ്യം നല്ല വോൾട്ടൈലായിട്ടൊരു മാർക്കറ്റ് ആയിരുന്നു. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മാർക്കറ്റ് ഒരു ഗെയിൻ കൊടുത്തുവെങ്കിലും ഒരു ഹാങ്ങിങ് മാനിനെ സിംബലൈസ് ചെയ്യുന്ന ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, എക്സാക്ട് ഹാങ്ങിങ് മാൻ അല്ല എന്നാലും ഹാങ്ങിങ് മാനിനെ സിംബലൈസ് ചെയ്യുന്ന പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ലോങ് ലെഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനി ഒരു 15,000 റേഞ്ചുകൾ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് സോണുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു 14,870 മുകളിൽ മാർക്കറ്റ് 876 മുകളിൽ മാർക്കറ്റ് ബ്രേക്കൗട്ടുകൾ ചെയ്യുകയാണെങ്കിൽ 15,000 റേഞ്ച് വരെയുള്ള ഒരു റാലി ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 15,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ കണക്കാക്കുന്നു. അപ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാലും ആ ഒരു 15,000 വരെയുള്ള റാലികൾ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയതുകൊണ്ട് അത് വരും ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിനോ ഉള്ളൊരു സൂചനയാണ് ഈ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്നുള്ള ഒരു ബ്രേക്കൗട്ടുകൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് അടുത്ത റാലിക്കായിട്ട്. അതല്ല ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷേ ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷനും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഏകദേശം 14,570 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡിനുള്ളൊരു സാധ്യതകളും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 14,460 14,330 ഈ ഒരു റേഞ്ച് ആയിരിക്കും ഇനി നിഫ്റ്റിക്ക് സപ്പോർട്ട് സോണുകളായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നല്ല ഹൈയിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തിയത് കൊണ്ട് ഈ ഒരു റേഞ്ചുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആയിരിക്കും നല്ലതായിരിക്കും, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയതുകൊണ്ട്. എന്നിരുന്നാലും RSI ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനിയും കുറച്ച് സ്പേസ്, അതായത് വീണ്ടും ഒരു റാലികളൊരു സ്പേസ് കാണിക്കുന്നുമുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇന്ന് നല്ലൊരു അപ് ട്രെൻഡ് കാണാനുണ്ടായിരുന്നു. വീണ്ടും നല്ലൊരു ഹൈയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടായത്. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു ഗെയിൻ ഇന്നും ബാങ്ക് നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം ഒരു ഹാങ്ങിങ് മാനിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അപ്പ് ട്രെൻഡ് തുടരണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ 34,910 ആ ഒരു റേഞ്ചിനൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 33,970 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡിനുള്ളൊരു സാധ്യതകളും ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഈ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സിനോ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലുമാണ് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ US ഫീച്ചേഴ്സൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ്, ഒരു പോസിറ്റീവ് ബയസ് ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നിലനിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഇപ്പോൾ പയ്യെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിറ്റുവേഷനിലേക്ക് FTSE ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലും ഒരു മിക്സഡ് ട്രെൻഡാണ് കണ്ടുവരുന്നത്. SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആവുന്നു. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലും ഡോളറിന് അഗെയിൻസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണുള്ളത്. 72.96 ട്രേഡിംഗ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും പർച്ചേസാണ് കാണുന്നത്. 2,520 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 400 കോടിക്കടുത്തുള്ളൊരു വിത്ഡ്രോവൽ വന്നിരിക്കുന്നു. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് കാണിക്കുന്നു. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ട്രേഡിങ്ങിലുള്ള ഒരു സാധ്യതകളാണ് നമുക്കിപ്പോൾ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അത് തുടർന്ന് നമുക്ക്
ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ജുബിലൻറ്റ് ലൈഫ് സയൻസും അതുപോലെ തന്നെ കജാരിയ സെറാമിക്സ് ഈ ഒരു 2 സ്റ്റോക്കുകളിലും ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളുടെ ഒരു ട്രാക്കിങ്ങിനായിട്ട് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇൻ്റലക്ട് ഡിസൈൻ അരീന വീണ്ടും റാലികൾ തുടരുന്നു. നല്ലൊരു ബൈയിങ് പ്രഷർ ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു ഹൈയിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ടുകൾ 364 മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ടുകളായിരിക്കും അടുത്തൊരു റാലിക്കുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ തരിക. ഇനി സൺഫാർമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് റാലികളാണ്, ബൈയിങ് പ്രഷറാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 630 മുകളിലുള്ളൊരു ബ്രേക്ക്ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പോസിബിലിറ്റി സൺഫാർമയിൽ പ്രതീക്ഷിക്കാം. പവർ ഗ്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു റാലിയായിരുന്നു ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നത്. നല്ലൊരു വോളിയത്തിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റാലികൾ തുടരണമെന്നുണ്ട് എങ്കിൽ നമുക്ക് 207, 208 മുകളിലുള്ളൊരു ബ്രേക്ക്ഔട്ടുകൾ ആവശ്യമാണ്. അപ്പോൾ അത് വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്ക്ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു സപ്പോർട്ട് സോണുകൾക്ക് പോയതിന് ശേഷം നമ്മൾ ഒരു 3 ദിവസങ്ങൾ തുടർച്ചയായിട്ടൊരു റാലികൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ഗ്യാപ്പായിരിക്കും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി അടുത്തായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളൊരു റാലികൾ നമ്മൾക്ക് ഒരുപക്ഷെ ഈ ഒരു ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ITCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ആയിട്ടുള്ളത്. വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ളൊരു സാധ്യതകളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മൊത്തം പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് എൻട്രികളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു അടുത്തൊരു റാലി കൺഫർമേഷൻ ആയ അതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. കാരണം നമുക്കൊരു ബിയറിഷ് ട്രെൻഡിനുള്ളൊരു സാധ്യതകളാണ് വീണ്ടും പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഇന്നൊരു ഒരു ഗെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു കറക്ഷനിലൊരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രഷ് എൻട്രികൾ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു റാലി അല്ലെങ്കിൽ ഇപ്പോൾ ഇത് അടുത്ത മൂവ് എങ്ങോട്ടേക്കാണെന്നുള്ളൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്നതും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ സൂര്യ റോഷ്നിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാരത് ഗ്യാസ് റിസോഴ്സ് ലിമിറ്റഡിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 85 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. ഒരു പൈപ്പിൻ്റെ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി Q3 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് അവർ ഏകദേശം 343 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും 10% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 382 കോടിക്ക് മുകളിലുള്ള നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ടോട്ടൽ ഇൻകത്തിൽ ഒരു 6% വർധനവ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ദീപക് ഫെർട്ടിലൈസേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 87.6 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 30 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിലും ഏകദേശം 29% മുകളിലുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി എയർടെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും സെപ്റ്റംബർ ക്വാർട്ടറിലൊരു ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ 763 കോടി ഒരു ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എന്നിരുന്നാലും ഈ ഒരു ഡിസംബർ ക്വാർട്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 853 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിലൊക്കെ ഒരു ലോസ് വന്നത് AGRൻ്റെ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ ഒരു ലോസ് വന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ ആണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഫിറ്റിന് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. 5.8% വർധനവാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ അതിലും 2.4% വർധനവ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 162 നിന്നും 166 ഉയർന്നു. ARPU ഉയർന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ 217% വർധനവാണ് 21% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 123 കോടിക്ക് മുകളിലാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അവരുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലും അവർക്ക് അവരുടെ ആ ഒരു പ്രീവിയസ് ലെവലിന് അടുത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് കാണിച്ചിരിക്കുന്നു. 1069 കോടിയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 1071 കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 57 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിലാണ് അവർ എഗ്ദം ബിരിയാണി എന്ന പേരിൽ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു ഗ്രോത്തിനെയും അതുപോലെ തന്നെ ഇവരുടെ ഒരു കോൺഫിഡൻസിനെയും എടുത്തു കാണിക്കുന്നു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി VGuardലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 32% വർധനവ് ഉണ്ടായിരിക്കുന്നു. 835 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 632 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റവന്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും
77% വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്റ്റെബിലൈസർ, വയർ, ഫാൻ, പമ്പ്, കിച്ചൺ അപ്ലയൻസസ് ആൻഡ് ഡിജിറ്റൽ UPS ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് ഉണ്ടായത്, ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടായതെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി രാംകോ സിമൻസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 201 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 94 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്കൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഐനോക്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 102 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 35 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വീണ്ടും ലോസ് വർദ്ധിച്ചു എന്നാണ് ഇന്നത്തെ അവരുടെ ഒരു റിസൾട്ടുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോഫിറ്റ് അവർക്കും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. 33 മടങ്ങിൻ്റെ വർധനവാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 285 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് സോളാർ കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ അതിൻ്റെ ജനറേഷനിലുള്ള വർധനവാണ് പ്രധാന കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പാരൻറ്റ് ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായ ടോട്ടലുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വന്നതും ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ വർധനവിന് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 63% വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ IPOകളെ സംബന്ധിച്ചിടത്തോളം ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ IPO ഇന്ന് ലിസ്റ്റായി മാർക്കറ്റിൽ. ഇഷ്യൂ പ്രൈസായ 518 നിന്നും 19% പ്രീമിയത്തിലാണ് ലിസ്റ്റായിരിക്കുന്നത്. 612 രൂപയ്ക്ക് മുകളിലാണ് ലിസ്റ്റായത്. അപ്പം നല്ലൊരു റെസ്പോൺസ് വന്ന IPO ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ നല്ലൊരു ഗെയിൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതുപോലെ ബ്രൂക്ക്ഫീൽഡിൻ്റെ IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഡേ 1 15% സബ്സ്ക്രിപ്ഷനാണ് അവർക്കുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും റെസ്പോൺസൊക്കെ നോക്കുമ്പോൾ അത്ര നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു നിമിഷം വരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം KNR കൺസ്ട്രക്ഷൻ്റെ ബോണസ് ഇഷ്യൂ ആയിരുന്നു ഇന്ന്. അപ്പോൾ 1:1 എന്ന റേഷ്യോയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഷെയർ പ്രൈസിൽ 50% ഒരു ഫാൾ വന്നിട്ടുണ്ട്. അപ്പം അതൊരു ലോസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അതൊരു ബോണസ് 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലെ ബോണസ് വന്നതുകൊണ്ട് പ്രൈസ് നേരെ ഹാഫായിട്ട് മാറിയതാണ്. ഇനി അതുപോലെ തന്നെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം അവർ ഇലക്ട്രിക് 3 വീലറിൻ്റെ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഫിനാൻഷ്യൽ ഇയർ 22 സെക്കൻഡ് ഹാഫിൽ നടത്തും എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അവർ ഇതിനു മുൻപ് 2019 ഈ ഒരു ലോഞ്ചിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊറോണയുടെ ഒരു കാരണങ്ങളൊക്കെ വന്നതുകൊണ്ട് അവർ വീണ്ടും എല്ലാം ഡിലേ ആയി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഡിലേ, ഇങ്ങനത്തെ ഒരു കൊറോണ ഡിലേ ഒക്കെ ഉള്ളതുകൊണ്ട് 2022 ഫിനാൻഷ്യൽ ഇയർ 2022 സെക്കൻഡ് ഹാഫിൽ അവരുടെ ഇലക്ട്രിക് 3 വീലറിൻ്റെ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഉണ്ടാവും എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളും ഈ ഒരു ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാഗത്ത് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.